തീപാറുന്ന കണ്ണുകളോടെ ലോക ഫുട്ബോളിലെ കൊല്ലകൊമ്പന്മാരെ വരച്ച വരയിൽ നിർത്തിയ ഒരാൾ മാത്രമാണ് ഈ ലോകത്തുള്ളത്. അത് ഇറ്റലിക്കാരൻ പിയർ ലൂയിജി കോളിന എന്ന മനുഷ്യനാണ്. 1204 മഞ്ഞക്കാർഡുകളും 111 ചുവന്ന കാർഡുകളും നൽകിയ ഇതിഹാസ ഫുട്ബോൾ റഫറി. ഇത്തവണയും കോളിന ലോകകപ്പിലുണ്ട്. നേരിട്ട് അദ്ദേഹം മൈതാനത്ത് ഇറങ്ങുന്നില്ലെങ്കിലും കളി നിയന്ത്രിക്കുന്ന റഫറിമാർക്ക് പരിശീലനം നൽകുന്നത് കോളിനയാണ്. തറപ്പിച്ചുള്ള ആ നോട്ടത്തിൽ അടങ്ങി നിൽക്കാത്ത ഒരു ഫുട്ബോൾ താരവും ഇവിടെ ഉണ്ടായിരുന്നില്ല. നോട്ടം മാത്രമല്ല, നിയമങ്ങളിലെ കൃത്യത, സൂപ്പർ താരങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇളവും കൊടുക്കാത്ത മനോഭാവം, 100% നിഷ്പക്ഷ സമീപനം എന്നീ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫുട്ബോൾ മൈതാനങ്ങളിൽ താരങ്ങൾക്ക് തുല്യമോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ ആരാധകരെ കിട്ടിയ ഒരു റഫറി ഉണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ഈ കോളിന തന്നെയാണ്. മൈതാനത്ത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ആ രൂപം കൂടിയായിരുന്നു. ചെറുപ്പത്തിൽ ബാധിച്ച അലോപേസിയ എന്ന രോഗം കാരണം അദ്ദേഹത്തിന്റെ തലമുടിയും പുരുകവുമെല്ലാം കൊഴിഞ്ഞുപോയിരുന്നു. ഈ നഷ്ടം തന്നെയായിരുന്നു കോളിനയുടെ വലിയൊരു നേട്ടവും. ഒരു കർക്കശക്കാരന്റെ ഭാവത്തിൽ കളി നിയന്ത്രിക്കുന്ന കോളിന ഉള്ളപ്പോൾ എതിരാളികളെ ഫൗൾ ചെയ്യാൻ ആരും ഒന്നും മടിച്ചു നിൽക്കും. ചെറുപ്പത്തിൽ ഒരു ഡിഫൻഡറായി ഫുട്ബോൾ കളി ആരംഭിച്ച കോളിനോ 1977 റഫറിമാർക്കുള്ള കോച്ചിംഗ് ക്യാമ്പിൽ ചേർന്നു. പെട്ടെന്ന് തന്നെ ഇറ്റാലിയൻ ലീഗുകളിലെ മികച്ച റഫറിയായി അദ്ദേഹം മാറി. 1995 ഫിഫയുടെ ഇന്റർനാഷണൽ റഫറിമാരുടെ പട്ടികയിൽ അദ്ദേഹം സ്ഥാനം നേടി. പിന്നീട് സമ്മർദ്ദം കൂടുതലുള്ള പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഫിഫ എപ്പോഴും തെരഞ്ഞെടുത്തത് കോളിനയെ തന്നെയായിരുന്നു. 96 ഒളിമ്പിക്സിൽ നൈജീരിയയും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ, 99 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബയേൺ മ്യൂണിക്കും തമ്മിലുള്ള മത്സരം, പിന്നെ 2002 ലോകകപ്പ് ഫൈനൽ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. 98 മുതൽ 2003 വരെ തുടർച്ചയായി 6 തവണ ലോകത്തിലെ ഏറ്റവും മികച്ച റഫറിക്കുള്ള അവാർഡും കോളിന നേടി. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റൊരു റഫറിക്കും ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2005 തന്റെ 45-ാം വയസ്സിൽ പ്രായപരിധി കാരണം കോളിന റഫറി കരിയർ അവസാനിപ്പിച്ചു. നിലവിൽ ഫിഫയുടെ റഫറി കമ്മിറ്റിയുടെ ചെയർമാനാണ് കോളിന. ആധുനിക ഫുട്ബോളിൽ വാർ എന്നറിയപ്പെടുന്ന വീഡിയോ അസിസ്റ്റന്റ് റഫറി സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒട്ടേറെ മത്സരങ്ങളിൽ റഫറിമാർ വിമർശിക്കപ്പെടുമ്പോൾ കളി നിയമങ്ങളിലെ കൃത്യതയും നിഷ്പക്ഷതയും കൊണ്ട് ദശലക്ഷക്കണക്കിന് ആരാധകർ ഇന്നും പിന്തുടരുന്ന വ്യക്തിയാണ് കോളിന. അയാളുടെ കണ്ണുകളിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു എന്ന് ഫുട്ബോൾ ആരാധകർ ഇപ്പോഴും പറയും. ഓരോ മത്സരം നിയന്ത്രിക്കുമ്പോഴുമെല്ലാം കർക്കശക്കാരനായ ഒരു ഹെഡ് മാസ്റ്ററുടെ റോളിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു. സൂപ്പർ താരങ്ങളും ഫൗൾ കളിയുടെ ആശാന്മാരുമൊക്കെ അങ്ങേരുടെ മുന്നിൽ നല്ല കുട്ടികളെ പോലെ തലകുരിച്ചാണ് നിന്നത്. എന്നാൽ വളരെ സൗഹാർദ്ദപരമായും അദ്ദേഹം പെരുമാറുമായിരുന്നു. 2002 ലോകകപ്പ് ഫൈനലിൽ ബ്രസീലിനോട് ജർമ്മനി തോറ്റ ശേഷം കരഞ്ഞുപോയ സൂപ്പർ താരം ഒലിവർ കാനെ കോളിന അടുത്തെത്തി ആശ്വസിപ്പിക്കുന്ന ചിത്രം പലരും മറന്നു കാണില്ല. ഫുട്ബോളിലെ ആഡ് ഓൺ ടൈം കോളിനയുടെ സംഭാവനയാണ്. 94 യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ബയേൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ഫൈനലിലാണ് സംഭവം. 1-0 ബയേൺ മ്യൂണിക് മുന്നിട്ട് നിന്നപ്പോൾ കളിക്കിടെ ബയേൺ മ്യൂണിക്കിലെ താരങ്ങൾ അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പതിവിന് വിപരീതമായി ചരിത്രത്തിൽ ആദ്യമായി കോളിന മത്സരത്തിന് 3 മിനിറ്റ് അധിക സമയം അനുവദിച്ചു. അതാണ് പിന്നീട് ആഡ് ഓൺ ടൈം എന്ന പേരിൽ ഫിഫ മറ്റു മത്സരങ്ങളിൽ ഏർപ്പെടുത്തി. ഫുട്ബോൾ മൈതാനങ്ങളിൽ കളിക്കുന്നവരും ഗോളടിക്കുന്നവരും മാത്രമല്ല സൂപ്പർ താരങ്ങൾ. കളി നിയന്ത്രിക്കുന്ന ആളും സൂപ്പർ താരമാകും. അതാണ് കോളിന എന്ന റഫറിമാരുടെ രാജാവ്.